Hi all, welcome to Compass Academy. I am Toby Sharad Thompson and welcome to Rapid Question Series. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിലോയിസം 6th ഇതാണ്. ബേസിലേക്ക് വരുമ്പോൾ 6th. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇതോടുകൂടി നമ്മുടെ കീവേഡ്സ്, നോർമൽ കീവേഡ്സ്, ഇനി അതുകൂടാതെ ഹയർ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സിലോയിസം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് നോർമൽ കീവേഡ്സിലെ ലാസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. സം നോട്ട്, റിവേഴ്സിബിലിറ്റി ഓഫ് സം നോട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സം നോട്ട്, സം എ ആർ നോട്ട് ബി എന്നുള്ളതിൻ്റെ വെൻ ഡയഗ്രമാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ 10% ഒന്ന് കൂട്ടാം. അവർ ബിയുടെ 100% നോയാണ്. ഇവിടെ ബി നമ്മൾ ഉദ്ദേശിക്കുന്നത് 100. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ വരുന്നത്. ഇത് പലർക്കും വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ എയുടെ കുറച്ച് പോർഷൻ ആരുമായിട്ട് ശത്രുതയാണ്? ബിയുടെ മൊത്തമായിട്ടും ശത്രുതയാണ്. ഇതാണ് നിങ്ങൾ ബേസായിട്ട് അറിയേണ്ടത്. മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവും. എന്നാൽ കൺക്ലൂഷനിലേക്ക് നോക്കുക. സം ബി ആർ നോട്ടെ, ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുമോ ബിയുടെ കുറച്ച് പോർഷൻ എ മൊത്തമായിട്ട് ശത്രുതയാണ്? ഒരിക്കലുമില്ല. സോ ഈ പോർഷൻ അല്ല അത്. സം ബി ആർ നോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. ബിയുടെ കുറച്ച് പോർഷൻ എയുടെ മൊത്തമായിട്ട് നോയാണ്. ഇത് രണ്ടും എൻ്റയർലി വ്യത്യാസമാണ്. സോ ഇത് തെറ്റാണ്. സോ നോട്ട് റിവേഴ്സിബിൾ, സം നോട്ട് ഈസ് നോട്ട് റിവേഴ്സിബിൾ. മോസ്റ്റ്ലി സിലോയിസം പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ടെണ്ണമാണ് നോയും സം നോട്ടും. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ട് എടുക്കും. ഇപ്പം നിങ്ങൾ തൽക്കാലം ഇത് അറിയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സം റെഡ് ആർ നോട്ട് ഗ്രീൻ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അതിൻ്റെ ഇത് വരുന്നത് റെഡിൻ്റെ കുറച്ച് പോർഷനേ ഉള്ളൂ കേട്ടോ. ഗ്രീനുമായിട്ട് നോ റിലേഷൻ അല്ല, ഗ്രീനുമായിട്ട് ശത്രുതയാണ് ഇവർ. എന്നാൽ ഈ ബാക്കിയുള്ളവർക്ക് ശത്രുതയില്ല. എന്നാൽ കൺക്ലൂഷൻ, സം ഗ്രീൻ ആർ നോട്ട് റെഡ്. ഇത് നടക്കത്തില്ല. ഇത് ഈ ഡയഗ്രത്തിൽ വെച്ച് നടക്കില്ല. സോ ആ ഡയഗ്രം എങ്ങനെയാണ്? ഗ്രീനിൻ്റെ കുറച്ച് പോർഷൻ റെഡുമായിട്ട് മൊത്തത്തിൽ ഇതാണ്. സോ എൻ്റയർലി ഇത് ഡിഫറെൻ്റ് ആണ്. സോ ഇത് റിവേഴ്സിബിൾ അല്ല. ഈ കൺക്ലൂഷൻ തെറ്റാണ്. സോ ഇന്ന് നിങ്ങൾ കണ്ട് ഇതുവരെയുള്ള മേജർ കീവേഡ്സ്, അതായത് പണ്ട് സിലോയിസം തുടങ്ങുമ്പോഴേ ഉള്ള കീവേഡ്സാണ് ഈ 4 എണ്ണം. അവർ റിവേഴ്സിബിലിറ്റി നമ്മൾ ഇതോടുകൂടി എല്ലാം ചെക്ക് ചെയ്തു. നമ്മളവൻ്റെ പോസിറ്റീവ് കണ്ടു, നെഗറ്റീവ് കീവേഡ്സ് കണ്ടു. റിവേഴ്സിബിൾ എന്താ, നോട്ട് റിവേഴ്സിബിൾ എന്താ, അതെങ്ങനെയാണ് വെൻ ഡയഗ്രത്തിൽ കൂടെ സാധ്യമാകുന്നതെന്നും കണ്ടു. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് സിലോയിസമായിട്ട് പ്രോബ്ലമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ക്ലാസ്സൊക്കെ നല്ല രസമായിട്ട് വരും. അപ്പോൾ പതുക്കെ നിങ്ങൾ സിലോയിസം പഠിക്കും. നിങ്ങൾ പിന്നെ എന്നെ മറക്കത്തുമില്ല. താങ്ക് യു.